പഴയങ്ങാടിയിൽ പുതിയ റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തി ഒക്ടോബറിൽ ആരംഭിക്കുമെന്ന് വിജിൻ എം.എൽ.എ. നിലവിൽ റെയിൽവേയുടെ DPR ലഭിച്ചിട്ടുണ്ട്. ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രവൃത്തി ആരംഭിക്കുമെന്നും എം.എൽ.എ. കണ്ണൂർ വിഷ്ണുവോട് പറഞ്ഞു. വർഷങ്ങളായി പഴയങ്ങാടി റെയിൽവേ അടിപ്പാതയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ജനങ്ങൾ. വീതി കുറഞ്ഞ അടിപ്പാതയിലൂടെയാണ് ജനങ്ങൾ നിലവിൽ യാത്ര ചെയ്യുന്നത്. ഇവിടെ ഗതാഗതക്കുരുക്കിൽ ഉഴലുന്ന ജനങ്ങൾ പലപ്പോഴായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. മഴക്കാലത്ത് വെള്ളക്കെട്ടും രൂക്ഷമാവാറുണ്ട്. വ്യാഴാഴ്ച ഒറ്റ മഴയിൽ തന്നെ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ ബജറ്റിൽ 6 കോടി രൂപയാണ് പുതിയ റെയിൽവേ അടിപ്പാതയ്ക്കായി അനുവദിച്ചത്. അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തി ഈ വർഷം ഒക്ടോബറിൽ ആരംഭിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 1 കോടി രൂപ കൂടി പ്രവൃത്തിക്കായി അനുവദിച്ചിട്ടുണ്ട്. ടെൻഡർ നടപടികളും മറ്റുമെല്ലാം പൂർത്തിയാക്കി നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന് വിജിൻ എം.എൽ.എ. പറഞ്ഞു. ഒക്ടോബറിൽ നമുക്കറിയാം അണ്ടർപാസിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി പോവാൻ റെയിൽവേയുടെ DPR ഉൾപ്പെടെ നമുക്ക് അണ്ടർപാസുമായി ബന്ധപ്പെട്ട് ലഭ്യമായി കഴിഞ്ഞു. തുടർ നടപടികൾ എമൗണ്ട് AS ആക്കുന്നതിന് വേണ്ടി നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മൾ 6 കോടി രൂപയാണ് അണ്ടർപാസിന് വേണ്ടി പാസ്സാക്കിയത്. അത് എസ്റ്റിമേറ്റ് റെയിൽവേ കൂടി തന്നതിന്റെ അടിസ്ഥാനത്തിൽ 7 കോടി രൂപ വേണം എന്ന് അറിയിച്ചു. അപ്പോൾ 1 കോടി രൂപ കൂടി ഇപ്പോൾ നമുക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 7 കോടി രൂപ അതിൻ്റെ ഒരു പ്രൊസീജിയർ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വളരെ വേഗതയിൽ തന്നെ അണ്ടർപാസുമായി ബന്ധപ്പെട്ട് AS പൂർത്തീകരിക്കാനും അതിന്റെ TS ഉൾപ്പെടെയുള്ള ടെൻഡർ നടപടിക്രമത്തിലേക്ക് പോകാനും ഒക്ടോബറിൽ തന്നെ നമുക്ക് അണ്ടർപാസിന്റെ പ്രവൃത്തി ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ അടിപ്പാത നിർമ്മാണം പൂർത്തിയായാൽ ജനങ്ങൾക്ക് അത് ഏറെ ഉപകാരപ്രദമായിരിക്കും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.